ദിവ്യ, പ്രതിഷേധം ഇന്നലെ കനക്കാനുള്ള പ്രധാനമായിട്ടുള്ളൊരു കാരണം ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കോതമംഗലം താലൂക്കിൽ തന്നെ നീണ്ടപാറ ചെമ്പൻകുഴിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടാന നേരിട്ട് ആക്രമിക്കുകയല്ല, വനത്തിൽ നിന്ന് കാട്ടാന പന മറച്ചിടുന്നതിനിടെ റോട്ടിലൂടെ കടന്നു സഞ്ചരിക്കുകയായിരുന്ന വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് വീഴുകയും അതിലൊരാൾ അപകടത്തിൽപ്പെട്ട് മരണമടയുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന എൽദോസിനെ കാട്ടാന അതിക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. ഇത് തുടർച്ചയായി ജനങ്ങൾ പ്രതിഷേധിച്ചുമെടുത്ത ജനങ്ങൾ, ജീവിക്കാനായി പെടാപ്പാടുപെടുന്ന മനുഷ്യർ, അതിജീവന പാതയിലുള്ള ഒരു മലയോര ജനത, അവരുടെ ഒരു വികാരം ആളിക്കത്തിച്ചു എന്ന് വേണം തന്നെ പറയാം. കാരണം ഒന്ന്, വന്യമൃഗശല്യം അതിരൂക്ഷമാണ്, കാർഷിക മേഖലയാണ്, കാർഷിക വൃത്തി ചെയ്ത് ഉപജീവനം നടത്തുന്ന ആളുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ആളുകൾക്ക് കാർഷിക വിളകൾ നശിപ്പിക്കുന്നു, ഒപ്പം സുരക്ഷിതമായി ജീവിക്കാനാകാത്ത സാഹചര്യം വരുന്നു. ഗ്രാമീണ റോഡുകളിൽ മാത്രമല്ല, പ്രധാന റോഡുകളിൽ ഉൾപ്പെടെ കാട്ടാനശല്യം അതിരൂക്ഷമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല. ഒരു ജീവൻ കൂടി നഷ്ടപ്പെടുന്നു. ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഇവിടെ നിന്ന് ഏതാണ്ട് 1-2 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലമാണ് പിണവൂർക്കുടി എന്ന് പറയുന്നത്. ഈ പിണവൂർക്കുടി ആദിവാസി മേഖലയാണ്. അവിടെയാണ് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടത്. അതിനുശേഷം വീണ്ടും ഇപ്പോൾ മറ്റൊരു ജീവൻ കൂടി നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത്തരത്തിൽ ഓരോ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുമ്പോഴും താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഉടനടി ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്ന നഷ്ടപരിഹാര തുക 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നു. അത് പ്രഖ്യാപിക്കുന്നു. ആദ്യ ഗഡു 5 ലക്ഷം രൂപ നൽകുന്നു. സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അടുത്ത 5 ലക്ഷം രൂപ നൽകുന്നു. അത് നൽകാത്തതും ഉണ്ട്, നൽകുന്നതുമുണ്ട്. മറ്റ് ഉടനടി പതിവായി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫെൻസിങ് സംവിധാനം ഒരുക്കും, ട്രഞ്ചുകൾ സ്ഥാപിക്കും, നിരീക്ഷണം ശക്തമാക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പതിവായി പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. ഇത് കേട്ട് മടുത്ത ആളുകളാണ് ഈ പ്രദേശത്ത് ഉള്ളത്, ഈ പ്രദേശത്ത് കഴിയുന്നത്. കുടിയേറ്റ മേഖലയാണ്, ജനങ്ങൾ അത് ജീവിക്കുന്നതും അത്തരത്തിൽ അതിജീവന പദയിൽ തന്നെയാണ്. അപ്പം മണ്ണിനോടും വന്യമൃഗങ്ങളോടും കാടിനോടും എല്ലാം തന്നെ മല്ലിട്ട് ജീവിക്കുന്ന ഒരു ജനത, ആ ജനതയുടെ ആവശ്യങ്ങൾ പലപ്പോഴായി നിരാകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം. അതിൻ്റെ ഒരു രോഷമാണ് ഇന്നലെ ഉണ്ടായത്. പുലർച്ചെ 2:45 വരെ ഈ പ്രതിഷേധം നീണ്ടു നിന്നു. മൃതദേഹം ഇവിടുന്ന് എടുത്തു മാറ്റാൻ സമ്മതിച്ചില്ല. ആളുകൾ ജില്ലാ കളക്ടർ സ്ഥലത്ത് എത്തേണ്ടി വന്നു. ജില്ലാ കളക്ടർ നേരിട്ട് സ്ഥലത്തെത്തി അത് ജനങ്ങളുമായി ചർച്ച നടത്തി. വനംവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ജില്ലാ കളക്ടറും ഉൾപ്പെടെ സ്ഥലത്ത് എത്തി ജനങ്ങളുമായി ചർച്ച നടത്തി. അവർക്ക് ഈ അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും എന്ന് വ്യക്തമായി ഉറപ്പ് കൊടുത്തതിനു ശേഷമാണ് ഈ പ്രതിഷേധം താൽക്കാലികമായെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം. 27-ാം തീയതി അതുപോലെ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും പരാതിയുണ്ടോ? വന്യമൃഗങ്ങൾ ഇറങ്ങിയാൽ അത് അറിയിച്ചാലും കൃത്യസമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നില്ല എന്ന പരാതി കൂടി ഉണ്ടോ നാട്ടുകാർക്ക്? ദിവ്യ, പലപ്പോഴായി ഞാനടക്കം തന്നെ നമ്മൾ തന്നെ പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ നിന്ന് വാർത്ത ചെയ്തിട്ടുണ്ട്. കോതമംഗലത്ത് താലൂക്കിൽ പലയിടങ്ങളിൽ കാട്ടാനക്കുട്ടികൾ അല്ലെങ്കിൽ കാട്ടാനകൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ഒരു ജാഗ്രത, ഉടനടി ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഈ കാട്ടാനക്കുട്ടിയോ അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങളോ അപകടത്തിൽപ്പെട്ടാൽ അതിനെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു. അത് അനിവാര്യമാണ്, അത് വേണ്ടതുമാണ്. ആ ജാഗ്രത ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ കാണിക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാർ കാലങ്ങളായി ഉന്നയിക്കുന്നത്. അവിടെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തേണ്ടതുണ്ട്. ഒരു വിചാരണ അത് നടക്കുന്നുണ്ടോ, സമയബന്ധിതമായി ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തുടർ നീക്കങ്ങൾ അല്ലെങ്കിൽ മറ്റു നടപടികളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കാലങ്ങളായി തന്നെ ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിനാണ് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകേണ്ടതും. അത്തരം കാര്യങ്ങളിലേക്ക് ഉടനടി പരിഹാരം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് എന്തായാലും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ ആ ഒരു ഉറപ്പടക്കം നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരം ഒരു നടപടികളിലേക്കെല്ലാം നീങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കാണുന്നത് പോലെ ഇത്തരത്തിൽ ഓരോ സ്മാരകങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടം നടന്ന ഒരു സൂചന നടന്ന പ്രദേശങ്ങൾ, അത്തരം ഒരു പ്രദേശങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോകും എന്ന് തന്നെയാണ് നമുക്ക് കാലങ്ങളായിട്ട് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഇവിടെ നാട്ടുകാർ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും അവരോട് തന്നെ ചോദിക്കാം, ഇത്തരത്തിൽ ഈ കാട്ടാന ആക്രമണങ്ങളെല്ലാം തന്നെ പതിവായിട്ടുണ്ടാകുമ്പോഴും ഇതിങ്ങനെ ഓരോ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെ ഈ പറയുന്ന വാഗ്ദാനങ്ങൾ അതെല്ലാം നടപ്പായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നടപ്പിലായാലും ഒന്നാമത്തെ തെളിവാണ് ആ കാണുന്ന ഫെൻസിങ് ആണ്.
വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ആനാക്രമണം കൂടി കഴിഞ്ഞപ്പോൾ ഫെൻസിങ് ഇട്ടു. അതിൻ്റെ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും തുടർ നടപടികളിൽ ഒന്നുമില്ല. വാഗ്ദാനങ്ങൾ നൽകി ഉദ്യോഗസ്ഥർ അന്നേരം സംഭവ സ്ഥലത്ത് നിന്ന് തലയൂരി പോകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിങ്ങനെ കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നവരും ജനങ്ങൾ വീണ്ടും വികാരം കൊള്ളുക എന്നുള്ള അല്ലാതെ അതിനൊരു പരിഹാരത്തിലേക്ക് എത്തുന്നില്ല. ഇന്നലെ 8 മണിക്ക് ഈ സംഭവം നടന്ന് 8 മണിക്ക് ബസ് ഇറങ്ങി KSRC ബസ്സിൽ വന്നിറങ്ങി അവിടെ നിന്ന് നടന്ന് പോകുന്ന വഴിക്കാണ് ഫോറസ്റ്റ് സ്റ്റേഷന് 200 മീറ്റർ മാത്രം അകലത്തിൽ വെച്ചാൽ ഈ ആന ദാരുണമായി എന്ന് പറഞ്ഞാൽ ആ ബോഡി കാണാൻ പോലും നമുക്ക് പറ്റത്തില്ല. വയറ് എല്ലാം ചവിട്ടി പൊട്ടിച്ച് നിങ്ങൾക്ക് കാണാൻ ആ മരത്തിൻ്റെ അവിടെ കൊണ്ടുപോയി ആ മരത്തിലിട്ട് അടിച്ച് അവിടെയെല്ലാം ബ്ലഡ് കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് വലിച്ചെറിഞ്ഞാണ് ഈ ഇവിടെ റോഡിൽ. ഇതിലെ തൊട്ട് പുറകെ വന്ന ഒരു പയ്യനാണ് ഇത് കണ്ടത്. ബൈക്കിൽ വന്നപ്പോൾ കണ്ടു. അവൻ പേടിച്ചതിൻ്റെ അവിടെ പോയി ആളുകളെ വിളിച്ചു കൂട്ടി വന്നാണ് ഇത് മാറ്റാനും പിന്നെ ഉദ്യോഗസ്ഥ ആളുകളെല്ലാം തടിച്ചു കൂടിയത്. ഇതിക്ക് മുമ്പ് 6 മാസം പോലും ആയില്ല. പിണവർക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആദിവാസി യുവാവ് ഇതേ സമയത്ത് തന്നെ കുളിക്കാൻ വേണ്ടി പുഴയിൽ പോയ ആളെ എടുത്ത് എറിഞ്ഞ് കൊല്ലുകയുണ്ടായി. ഇതുപോലെ ആന സ്വൈരവിഹാരം നടത്തുന്ന പ്രദേശമാണിത്. ഏതാണ്ട് 65-70ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടുന്ന് 500 മീറ്റർ അപ്പുറയാണ്. ആ കുടുംബങ്ങളിലെ ആളുകൾ ജോലി കഴിഞ്ഞ് അവരുടെ മക്കളെ വിളിക്കാനും അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ ഒറ്റയ്ക്ക് വരാൻ പറ്റാത്ത സാഹചര്യം, എല്ലാ തരത്തിലും ജനം പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലിവിടെ ഉള്ളത്. തീർച്ചയായും നമുക്ക് ഇദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമുക്ക് കാണാം ഈ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ഈ മരത്തിൻ്റെ ഭാഗത്തേക്ക് ഇവിടേക്ക് ആളെ വലിച്ചഴിച്ച് കൊണ്ടുപോയി ഇവിടെ വെച്ച് ആക്രമിക്കുന്നു. ഇവിടെ ഈ മരത്തിനോട് ചേർത്ത് നിർത്തിയാണ് ഇവിടെ ആക്രമണം നടത്തുന്നത്. അതിനുശേഷമാണ് ഇവിടെ നിന്ന് നമുക്കിത് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഈ കൃത്യമായി ഈ ഭാഗത്ത് ആളെ ആക്രമിച്ച എല്ലാ ഭാഗവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ വെച്ച് ആന ആദ്യം ആക്രമിക്കുന്നു. അതിനുശേഷം വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് ഈ മരത്തിനോട് ചേർത്ത് നിർത്തി നമുക്കിവിടെ തന്നെ കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് മരത്തിനോട് ചേർത്ത് നിർത്തി വീണ്ടും ആക്രമിക്കുന്നു. അവിടെ നിന്ന് വലിച്ചഴിച്ചാണ് ഈ റോഡ് അരികിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അത്രമാത്രം ദാരുണമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായത്. ഇത് ഈ ഭാഗത്ത് അതിൻ്റെ എല്ലാവിധ ഒരു ആക്രമണം നടത്തിയ ആ ദൃശ്യങ്ങൾ അത് കണ്ടാൽ നമുക്ക് വാക്കുകൾ പറയാൻ സാധിക്കുന്നില്ല. അത്രമാത്രം ഭയാനകമായ ഒരു അന്തരീക്ഷം ഇന്നലെ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് ജനങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന്, ഒരു എതിർപ്പിന് കാരണമായത്. വളരെ